ഹലോ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ബൈബിളിലെ ഒരു മനോഹരമായൊരു വാക്യമാണ്. നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവും. നമ്മൾ സങ്കീർത്തനങ്ങൾ പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും, വേദപാഠം പഠിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ബൈഹാർട്ട് പഠിക്കാൻ സാധ്യതയുള്ള പഠിച്ചിട്ടുള്ള വചനമായിരിക്കും. നമ്മളെല്ലാവരും ജീവിതത്തിൽ പല സാഹചര്യങ്ങളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവരായിരിക്കാം. അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം വിദേശ രാജ്യങ്ങളിലായിരിക്കാം. നമ്മുടെ ഭവനത്തിൽ മാതാപിതാക്കൾ മാത്രമുള്ള എത്രയോ ഭവനങ്ങൾ, ക്രിസ്തീയ ഭവനങ്ങൾ നമുക്ക് കാണുവാനിടയായിത്തീരും. ഇനി അങ്ങനെയല്ല, നമ്മളെ ആശ്വസിപ്പിക്കാൻ, ഒരു വാക്ക് സംസാരിപ്പാൻ, നമ്മളെ നോക്കുവാൻ പോലും ആരുമില്ലാതെ മാനസികമായി തകർന്ന് ഒറ്റപ്പെട്ട് കഴിയുന്ന ആളുകളെയും നമ്മൾ നമ്മുടെ കൂട്ടായ്മകളിലും നമ്മുടെ ദേവാലയങ്ങളിലൊക്കെ കാണുവാനിടയാകും. ഇപ്പോഴത്തെ നമ്മുടെ ഇവിടുത്തെ സാഹചര്യങ്ങൾ അറിയാമല്ലോ. കാലാവസ്ഥ വളരെ മോശമാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങളെ വിളിച്ച് ഒരു അമ്മച്ചി സംസാരിക്കേണ്ടായി. മക്കളൊക്കെ വിദേശത്താണ്. ദൈവം ആവശ്യത്തിനെല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷേ രാത്രിയായപ്പോൾ അവർക്ക് പെട്ടെന്നൊരു ഭയം വന്ന് അവർ ഞങ്ങളെ വിളിക്കാനിടയായി. ഞങ്ങളവരുടെ അടുത്ത് അവരുടെ വിശേഷങ്ങൾ, അവരുടെ ബാല്യകാല ഓർമ്മകൾ, അവരും അവരുടെ ഭർത്താവും ആ മേഖലയിലേക്ക് വന്ന കാലഘട്ടം, ആ കുടിയേറ്റ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകൾ, കാട്ടുമൃഗങ്ങളോടും പകർച്ചവ്യാധികളോടും മല്ലടിച്ച് അവർ ഓരോന്നായി നേടി ദൈവത്തിന് വേണ്ടി കൊടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ മാതാവിൻ്റെ പള്ളി ഇരിക്കുന്നത് ഇവർ നൽകിയ സ്ഥലത്താണ്. ഇവർ നൽകിയ സ്ഥലമെന്ന് പറഞ്ഞപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. കുഞ്ഞെ, ദൈവം ഞങ്ങൾക്ക് തന്നത് ഞങ്ങൾ ദൈവത്തിന് കൊടുത്തു. ഇയ്യോബ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ബൈബിളിൽ പറയുന്നുണ്ട്. നമുക്കാർക്കും ഒന്നും സ്വയമായി നേടാൻ കഴിയുന്നതല്ല. ദൈവം തരുന്നതെന്തോ അതാണ് നമ്മുടെ ജീവിതത്തിലുണ്ടാവുക. ഒരുപക്ഷെ നിങ്ങളുടെ മുമ്പിൽ ഏറ്റവും ആരോഗ്യവാനും സന്തോഷവാനും എപ്പോഴും ചിരിച്ച് എല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്ന വ്യക്തി ഒറ്റയ്ക്കിരിക്കുമ്പോൾ മനസ്സ് നുറുങ്ങി തകർന്ന് കരയുന്നുണ്ടാകാം. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ, നമ്മുടെ ഇടവകകളിൽ, നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന വ്യക്തികളെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക്, മാതാവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണമേ എന്ന് ഈ നിമിഷം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ആ അമ്മച്ചി ഫോണിലൂടെ കൊന്ത ചൊല്ലാൻ തുടങ്ങി. ഞങ്ങൾ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഫോണിൻ്റെ ഇങ്ങേ തലക്കിലിരുന്നു. ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, മക്കളെ നല്ല കാറ്റാടാ, ഒത്തിരി പറമ്പും എല്ലാ സാധനങ്ങളും ഉണ്ട്, നോക്കാനൊരു വേലക്കാരിയൊക്കെ ഉണ്ട്, മക്കളൊക്കെ വിദേശത്താണ്. പക്ഷേ വാർദ്ധക്യം വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒറ്റപ്പെട്ടു പോയൊരു തോന്നൽ. പക്ഷേ അമ്മച്ചി വളരെ നേരം ഞങ്ങളോട് സംസാരിക്കുവാനിടയായി. അവർ മക്കളെ വളർത്തിയ അനുഭവങ്ങൾ, മക്കൾക്ക് വേണ്ടി അവർ സഹിച്ച വിഷമങ്ങൾ, മൂത്ത കുഞ്ഞിന് എന്തോ വിട്ടുമാറാത്ത ഒരു സ്കിൻ ഡിസീസ് ചെറുതിലെ വന്നപ്പോൾ, കരപ്പൻ പോലെയുള്ള എന്തോ അസുഖം വന്നപ്പോഴാണ് അവളെ വാഴയിലയിൽ കിടത്തി അവൾക്ക് വേണ്ടി ഇടവകയിൽ നിന്ന് അച്ഛൻ വന്ന് പ്രാർത്ഥിക്കുന്നതും, ആ കുഞ്ഞിൻ്റെ ദേഹത്ത് തൊട്ടാൽ ആ വേദനയുള്ളത് കാരണം വളരെ ശ്രദ്ധയോടുകൂടി ആ കുഞ്ഞിനെ വൈദ്യരെ കാണിക്കുന്നതിന് വേണ്ടിയും ഡോക്ടേഴ്സിനെ കാണിക്കുന്നതിന് വേണ്ടിയും പോകുന്ന അനുഭവങ്ങൾ ഞങ്ങളോട് പറയുവാനിടയാണ്. ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഇവരെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് ഞങ്ങൾക്കറിയില്ല. ആ അമ്മച്ചി കൊന്ത ചൊല്ലിക്കൊണ്ട് കരയുകയാണ് മാതാവിനോട്. കുറച്ച് കഴിഞ്ഞ് അവർക്ക് മനസ്സിന് സമാധാനം വന്നു തുടങ്ങി. ഞങ്ങൾ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഇതൊരു വല്ലാത്ത സിറ്റുവേഷനാണ്. നിങ്ങളുടെ വാർദ്ധക്യ സഹജമായ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഒറ്റപ്പെട്ട് അല്ലെങ്കിൽ ഡിവോഴ്സായി കഴിയുന്നവരായിരിക്കും. ഇനി മുന്നോട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിങ്ങൾ വിഷമിക്കുന്നുണ്ടാവും. പക്ഷേ ഈശോ പറഞ്ഞ മനോഹരമായൊരു വാക്യം ഞാൻ നിങ്ങളോട് പറയുകയാണ്. നിങ്ങൾ ഈ വചനം കേൾക്കുന്നവർ മനസ്സിൽ, ഞാൻ മരണത്തിൻ്റെ താഴ്വരയിൽ കൂടി നടക്കേണ്ടി വന്നാലും ബാക്കി നിങ്ങൾ പറ, യാതൊരു അനർത്ഥവും എനിക്ക് ഭവിക്കുകയില്ല, എൻ്റെ ജീവിതത്തിലൊന്നും സംഭവിക്കുകയില്ല, എൻ്റെ ജീവിതം സന്തോഷകരമായിരിക്കും. ഒറ്റയ്ക്ക് കഴിയുമ്പോൾ ഒരു കാര്യം ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെ എന്ന് പറഞ്ഞ ഈശോയുടെ ആ സ്നേഹവചനങ്ങൾ നിങ്ങളെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങൾ ഓർക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് യൂട്യൂബിലൊരു പ്രയർ റിക്വസ്റ്റ് വന്നിരുന്നു. ഒത്തിരി കടബാധ്യതകളുള്ള, കോടിക്കണക്കിന് രൂപ കടബാധ്യതകളുള്ള വ്യക്തികൾ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. മക്കളുടെ ആരോഗ്യം പ്രശ്നമുള്ള ഒത്തിരി മാതാപിതാക്കൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഞങ്ങൾ വരും ദിവസങ്ങളിൽ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ മാറ്റിവെച്ചേക്കുന്ന വാട്സപ്പ് നമ്പർ തരാം. അതിലേക്ക് നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്യാൻ മടിയാണെങ്കിൽ നിങ്ങളുടെ വോയിസ് ഓവർ അയച്ചാൽ മതി. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവമേ, ഇന്ന് ഈ നിമിഷം ഞങ്ങൾ ഈശോയുടെ വചനങ്ങളെ അടിയുറച്ച് വിശ്വസിക്കുന്നു.
ഞങ്ങളുടെ കാല് വഴുതിപ്പോകാതെ സുസ്ഥിരമായ ഒരു സ്ഥലത്ത് നിർത്തി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആരെല്ലാം ഇന്ന് ഈ വചനം കേൾക്കുന്നു എന്ന് ഞങ്ങൾക്കറിയില്ല, പക്ഷേ ദൈവത്തിൻ്റെ പ്രവൃത്തി കേൾക്കുന്നവരുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിക്കട്ടെ. അവരുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ മാതാവേ അങ്ങ് മാധ്യസ്ഥം ചെയ്ത് പുത്രനെ കൊണ്ട് സാധിപ്പിച്ചു കൊടുക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അവരൊരു പക്ഷേ ഭവനത്തിൽ ഒറ്റയ്ക്കായിരിക്കാം, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒറ്റയ്ക്കായിരിക്കാം. മാതാവിൻ്റെ സാന്നിധ്യം അവരനുഭവിച്ചറിയുവാൻ, മാതാവിൻ്റെ അനുഗ്രഹവും കരുതലും അനുഭവിച്ചറിയുവാൻ ഈശോയെ അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ. മറക്കരുത്, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും.